എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും പാലക്കും കൂടെ ഉള്ളൊരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു കെട്ടു പാലക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പാലക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് പരിപ്പ് ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. ആ പരിപ്പ് ഇതിനകത്തോട്ട് വാരിയിടണം. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടുപ്പേ വെക്കാം. ഒരു കുക്കറിനകത്തൊരു 4 വിസിൽ വരണം. അതവിടെ പരിപ്പ് അവിടെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടോട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പം അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞത്. ആദ്യം നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരണം. ഇനി നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ശകലം മഞ്ഞളിട്ട് കൊടുക്കുക. ആദ്യം പരിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇച്ചിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു. അതൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച 2 പച്ചമുളക്, പിന്നെ ഇട്ടിട്ട് നമ്മൾ തക്കാളി ഞാനിവിടെ വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിട്ടത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ തക്കാളിയുടെ പുറത്തുള്ള തൊലി നമ്മൾ കഴിക്കണ്ട. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമുണ്ട്. പിന്നെ തക്കാളി എളുപ്പം സോഫ്റ്റായി വെള്ളം ഇറങ്ങി വരാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്. പരിപ്പിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി എല്ലാം കൂടി നമുക്ക് ഇളക്കിയെടുക്കാം. തക്കാളി സോഫ്റ്റ് ആകണേ. നമുക്ക് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചു. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം തക്കാളി ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളി നല്ലപോലെ ഉടയണം. ഇപ്പം എല്ലാം ഉടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം എരിവ്. പിന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന പാലക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, പാലക്കേന്ന് വെള്ളം ഇറങ്ങും. നമുക്ക് മസാലയും പാലക്കും എല്ലാം കൂടെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം പാലക്ക് നല്ലപോലെ വെന്തു കണ്ടോ, വെള്ളമൊക്കെ ഒത്തിരി ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കണം. പാലക്ക് വേകുകയും ചെയ്യും. പാലക്കിന് വലിയ വേവുള്ള സാധനമല്ല. നല്ലപോലെ വെള്ളം ഇതും പറ്റി വന്നിട്ടുണ്ട്. വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം.
നമ്മുടെ കറിയെല്ലാം ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടുക് വറുത്തതിൻ്റെ പുറത്തോട്ട് ഒഴിക്കും. നമുക്കൊരു 2 മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കാമേ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.